അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. സ്നേഹനിധികളായ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, മക്ക KMCCയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഒരു ക്ലാസ്സാണ്. ബഹുമാനപ്പെട്ട ഹാജിമാർ മിനയിലേക്ക് നീങ്ങുന്നതിൻ്റെ തലേ ദിവസം അവർക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ക്ലാസ്. 26 വർഷമായി പൂക്കോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇവിടെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് നടത്തി വരുന്നത് മക്ക KMCCയുടെ സൗദി KMCCയുടെ പ്രത്യേക സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. KMCC പ്രവർത്തകരെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഹാജിമാരുടെ ആമുഖമായി പറയാനുള്ളത് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ആദ്യത്തെ ഹാജി ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ അവസാനത്തെ ഹാജി തിരിച്ചു പോകുന്നത് വരെയും അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട KMCCയുടെ പ്രവർത്തകർ അവർക്കൊപ്പമുണ്ട്. മാത്രമല്ല, നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിൽ ഇപ്പോൾ അവർ നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ വന്ന് വളരെ ഊർജിതമായ സേവനം നിർവഹിക്കുമായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. മുൻകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിയമങ്ങളുടെ കർശനം വർദ്ധിച്ച സന്ദർഭത്തിൽ അവർക്ക് പരിമിതികളുണ്ട്. എന്നാലും അവർ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹാജിമാർക്ക് ചെയ്യുന്ന ഈ സേവനം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പ്രത്യേകിച്ച് കുഞ്ഞുമോൻ, അതുപോലെ മുജീബ് പൂക്കോട്ടൂർ തുടങ്ങിയ ആളുകളൊക്കെ ഇതിനുവേണ്ടി ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും ദീർഘായുസും അവരെ സഹായിക്കുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന എല്ലാ KMCCയുടെ പ്രവർത്തകർക്കും ഖൈർ നൽകട്ടെ. നിങ്ങൾ അവർക്ക് വേണ്ടി അറഫയിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യണമെന്ന ആമുഖത്തോടുകൂടി നിങ്ങൾക്കുള്ള ഈ ഓർമ്മപ്പെടുത്തൽ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർ നാളെ രാത്രിയോടുകൂടി, അഥവാ ദുൽഹജ്ജ് 7 അന്ന് രാത്രിയോടുകൂടി അവർ മിനയിലേക്ക് നീങ്ങുകയാണ്. പരിശുദ്ധ മക്കയിൽ ഇപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഹാജിമാരുണ്ടാകും. ഒന്ന്, മക്ക നിവാസികൾ. അവർ ഹജ്ജിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ ഇഹ്റാം ചെയ്ത് പോകണം. അതുപോലെ തന്നെ മക്കക്കും മീക്കാത്തിനും അടുക്ക് താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഉംറ കഴിഞ്ഞ് തമത്തുവിൻ്റെ രീതി സ്വീകരിച്ച് തഹല്ലുലായി നിൽക്കുന്ന ആളുകൾ, മീക്കാത്തിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു വന്ന ആളുകൾ, അതുപോലെ തന്നെ മീക്കാത്തിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും കൂടി ഖിറാനായി ഇഹ്റാം ചെയ്തു വന്ന ആളുകൾ, ഇങ്ങനെ വ്യത്യസ്ത ആളുകൾ ഇവിടെ ഉണ്ടാകും. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വന്നവരും ഹജ്ജിനും ഉംറക്കും വേണ്ടി ഇഹ്റാം ചെയ്തു വന്നവരും ഇവിടെ നിന്ന് നേരെ മിനയിലേക്ക് പോയാൽ മതി. അതേസമയം മക്ക നിവാസികളായ ആളുകളോ നാട്ടിൽ നിന്ന് വന്ന് തമത്തുവിൻ്റെ രീതി സ്വീകരിച്ച് ഉംറ കഴിഞ്ഞ് തഹല്ലുലായി നിൽക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് പോകണം. അതല്ല, മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്യാൻ ഈ തമത്തുവിൻ്റെ രീതി സ്വീകരിച്ച ആളുകൾക്ക് സാധ്യമാകുമെങ്കിൽ അവർ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നാട്ടുകാരായ ആളുകൾ അവരവരുടെ താമസ സ്ഥലത്ത് നിന്നു തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളും അങ്ങനെ തന്നെ. ഇൻഷാ അല്ലാഹ്, എങ്ങനെയാണ് ഇഹ്റാം ചെയ്യുക എന്നാണ് ആദ്യമായി പറയുന്നത്. ഓരോ ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒന്നാം ഘട്ടം ഇഹ്റാമാണ്. എങ്ങനെയാണ് നാം ഇഹ്റാം ചെയ്യേണ്ടത്? ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി ആമുഖ പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. 6 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം. 1, മനുഷ്യ ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികളൊക്കെ നീക്കുക, നഖം മുറിക്കുക. ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി ഇഹ്റാമിൻ്റെ കുളിക്കുക, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക, അല്പം സുഗന്ധം ശരീരത്തിൽ എവിടെയെങ്കിലും സുന്നത്തിന് വേണ്ടി പൂശുക, 2 റക്അത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് നമസ്കരിക്കുക. ഈ 6 കാര്യങ്ങളാണ് ആമുഖമായി ചെയ്യേണ്ടത്. ഇത് എല്ലാവരും ചെയ്യണം. ആർത്തവമുള്ള സ്ത്രീകളാണെങ്കിലും അവർ മുടിയും നീക്കണം, നഖവും നീക്കണം, നമസ്കരിക്കേണ്ടതില്ല. സ്ത്രീകൾക്ക് ആർത്തവമുള്ള സമയത്താണെങ്കിലും അവർ ഇഹ്റാം ചെയ്യണം, യാതൊരു തടസ്സവുമില്ല. കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞു, വയസിഹു മിനൽ ഹൈഇ വൻ നുഫസാഇ ജമീഉ അഅ്മാലിൽ ഹജ്ജി ഇല്ല തവാഫ വ റക്അതൈഹി. തവാഫും അതിൻ്റെ 2 റക്അത്ത് സുന്നത്തുമല്ലാത്ത എല്ലാ കാര്യങ്ങളും സ്ത്രീക്ക് ആർത്തവ സമയത്ത്, ഋതുമതിയായ സ്ത്രീക്ക് അനുവദനീയമാണ്. സ്വഹീഹാകും. അറഫയിൽ നിൽക്കാം, കല്ലെറിയാം, മുദ്ദലിഫയിൽ നിൽക്കാം, മിനയിൽ രാപ്പാർക്കാം, എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്യാം, ഇഹ്റാമും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇഹ്റാം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആമുഖങ്ങളൊക്കെ നിർവഹിച്ച് അവർ റൂമിൽ വെച്ചു തന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിൻ്റെ ശേഷം അവർ ഇഹ്റാമിൻ്റെ നിയ്യത്ത് ഉച്ചരിക്കുകയും അത് മനസ്സിൽ കരുതുകയും ചെയ്യുക. മനസ്സിൽ കരുതലാണ് പ്രധാനം. ഇഹ്റാം ചെയ്യേണ്ട രീതി അങ്ങനെ തന്നെയാണ്. നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല.
അള്ളാഹുവിന് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു, ഇതിന് സമാനമായ പദങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മനസ്സിൽ കരുതി നിയ്യത്ത് ചെയ്ത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഈ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷമേ അവർക്ക് ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ പാലിക്കേണ്ടതുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ പലരും വിളിച്ച് ചോദിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോൾ എണ്ണ തേക്കാൻ പറ്റുമോ? എണ്ണ തേക്കാൻ പറ്റും, മുടി ചീകാൻ പറ്റും. ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഹ്റാം ചെയ്യാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ്. ഇഹ്റാം ചെയ്തതിന് ശേഷം മാത്രം, അഥവാ ഈ നിയ്യത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇഹ്റാമിലാകുന്നത്. വേഷം ധരിച്ചത് കൊണ്ടോ നിസ്കരിച്ചത് കൊണ്ടോ മുടിയും നഖവും നീക്കിയത് കൊണ്ടോ ഒന്നും ഇഹ്റാമാകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിൻ്റെ ശേഷം നിങ്ങൾ നിയ്യത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇവിടെ സ്വന്തമായി ഇഹ്റാം ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ഇഹ്റാം ചെയ്യേണ്ടത്. ചില ആളുകൾ പകരം ഹജ്ജ് ചെയ്യുന്നവരായിരിക്കും. മരിച്ചുപോയ ഉപ്പാക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ ഉമ്മാക്ക് അവരാരും ഹജ്ജോ ഉംറയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും നമുക്ക് പകരം ചെയ്യാം. അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ ആർക്കാണോ ചെയ്യുന്നത് അത് കൃത്യമായി നിയ്യത്തിൽ വ്യക്തമാക്കിയാൽ മതി. ഞാൻ എൻ്റെ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു, ഞാൻ എൻ്റെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി അള്ളാഹുവിന് ഒരു ഉംറ ചെയ്യാൻ ഇഹ്റാം ചെയ്യുന്നു. അവിടെ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആർക്കാണോ ഇഹ്റാം ചെയ്യുന്നത് അയാളുടെ എണ്ണം കൂടുതലുള്ള ആളുകൾ അഥവാ അനുജനോ ചേട്ടനോ ഒക്കെ ആണെങ്കിൽ അവരെ പേര് പറയുക. ഉമ്മയും ബാപ്പയും ഒന്നേ ഉണ്ടാവൂ. അതുകൊണ്ട് നവൈത്തുൽ ഉംറത അൻ അബി വ അഹ്റം, ക്ഷമിക്കണം, അത് ഉംറ. ഹജ്ജ്, നവൈത്തുൽ ഹജ്ജ അൻ അബി വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, എൻ്റെ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി അള്ളാഹുവിന് ഒരു ഉംറ ചെയ്യുവാൻ ഞാൻ കരുതി. ഇത് മനസ്സിൽ കരുതി അയാൾ നിയ്യത്ത് ചെയ്യുന്നതോടുകൂടി അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഈ സമയത്ത് മാത്രമേ ആർക്കാണോ ചെയ്യുന്നത് എന്ന് നിയ്യത്ത് ചെയ്യേണ്ടതുള്ളൂ. തവാഫ് ചെയ്യുമ്പോൾ ഉപ്പാന്റെ തവാഫ് എന്നോ ഉമ്മാന്റെ തവാഫ് എന്നോ കരുതേണ്ടതില്ല. നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത് അയാളുടെ പേര് പറഞ്ഞ് അയാൾക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുക. അതാണ് പകരം ചെയ്യുന്നവർ ചെയ്യേണ്ടത്. അല്ലാത്തവർ സ്വന്തമായി തന്നെ ഇഹ്റാം ചെയ്യുക, ആദ്യം പറഞ്ഞ പോലെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇഹ്റാം ചെയ്യുന്നത് മക്കയിലെ റൂമിൽ നിന്നാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തമത്തുവിൻ്റെ രീതി സ്വീകരിച്ച് നാട്ടിൽ നിന്ന് നിങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് വന്ന് നിങ്ങൾ ഉംറ ചെയ്ത് തഹല്ലുലായി ഹജ്ജിന് കാത്തിരിക്കുകയാണ്. തമത്തുവിൻ്റെ രീതി സ്വീകരിച്ചാൽ ഒരു അറവ് നിർബന്ധമാണ്. ആ അറവിനാണ് തമത്തുവിൻ്റെ ഫിദിയ എന്ന് പറയുന്നത്. ഈ ഫിദിയ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒന്നാമത്തെ ഉംറ കഴിഞ്ഞാൽ തന്നെ അറവ് നടത്താവുന്നതാണ്. അതിന് ധാരാളം സമയവും നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തെ ഉംറ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറവ് നടത്തി പിന്നെ എത്ര ഉംറ ചെയ്താലും ഈ ഒരു അറവ് മതി. അതാണ് തമത്തുവിൻ്റെ ഫിദിയ. ആ അറവ് പെരുന്നാളിന് അറുക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി ആ അറവിന് പരിധിയില്ല, സമയപരിധി ഇല്ലാത്തത് കൊണ്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അറുത്താൽ മതി. ആ അറവ് പൂർത്തിയാകുമ്പോഴാണ് നിങ്ങളുടെ ഹജ്ജ് പൂർത്തിയാകുന്നത്. ഇവിടെ കുറേ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നത്, ചിലരൊക്കെ മീക്കാത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മീക്കാത്തിൽ പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു എന്നർത്ഥം. മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തമത്തുവിൻ്റെ ഫിദിയ അതുവഴി ഒഴിവാകും. തമത്തുവിൻ്റെ ഫിദിയ നിർബന്ധമാകാൻ 4 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ ഒന്നാണ് ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി, ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി മീക്കാത്തിലേക്ക് മടങ്ങാതിരിക്കൽ. മീക്കാത്തിലേക്ക് മടങ്ങിയാൽ അറുക്കേണ്ടതില്ല. അപ്പോൾ ത്വായിഫിൽ പോയി ഇഹ്റാം ചെയ്യാൻ അനുമതി ഉണ്ടെങ്കിൽ അവിടെ പോയി ഇഹ്റാം ചെയ്താൽ പിന്നെ തമത്തുവിൻ്റെ ഫിദിയ അറുക്കേണ്ട ആവശ്യമില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം നമ്മുടെ പല ഹാജിമാരും സംശയം ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ ഗവൺമെൻറ്റിന് പണം അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മീക്കാത്തിൽ പോകേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ചും അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചും ചെയ്യാവുന്നതാണ് എന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറവ് നടത്തണമെങ്കിൽ വക്കാലത്താക്കുകയോ നമ്മൾ നേരിട്ട് പോയി അറുക്കുകയോ ചെയ്യണം. എൻ്റെ അറവ് ഞാൻ അറുക്കുക, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ വക്കാലത്താക്കുക. എൻ്റെ തമത്തുവിൻ്റെ ഫിദിയ അറുക്കാൻ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു, അതാണ് വക്കാലത്താക്കൽ. അങ്ങനെ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് ശരിയാണ്. അല്ലാതെ വക്കാലത്താക്കാതെ ആ അറിവ് ഇസ്ലാമിക കർമ്മശാസ്ത്രമനുസരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മദ്ഹബിൽ അത് ശരിയായ അറിവായി മാറുന്നില്ല എന്നാണ് ഗ്രന്ഥങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം ആളുകൾ മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്ത് വന്നാൽ അത് കൂടുതൽ ഗുണകരമാണ്. ഇനി അതല്ല,
അവർക്ക് മീക്കാത്തിൽ പോകാൻ കഴിയില്ല, നിയമ തടസ്സമുണ്ട്. ഇനി ഒരു അറിവ് നടത്താൻ അവർക്ക് സ്വാഭാവികമായി പ്രയാസവുമുണ്ട്, കാരണം പണം അടച്ചുപോയി. അങ്ങനെ വന്നാൽ അത്തരം ആളുകൾക്ക് ഇനിയും പണം ചെലവഴിക്കേണ്ട ഒരു ഗതി വരുന്നു എന്നതുകൊണ്ട് 10 നോമ്പ് നോറ്റ് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ആ 10 നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അറിവിൻ്റെ ബാധ്യത വീടി. സാധാരണഗതിയിൽ ഈ തമത്വൻ്റെ ഫിദിയക്ക് പകരം അഥവാ തമത്വൻ്റെ അറിവ് നടത്തുന്നതിന് പകരം നോമ്പ് നോൽക്കണമെങ്കിൽ അറിവ് നടത്താൻ കഴിയാതിരിക്കണം. അത് പറഞ്ഞ സമയത്ത് കിതാബിൽ നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ കൃത്യമായി വായിക്കുന്നത് എൻ്റെ അഭിപ്രായമല്ല, ഗ്രന്ഥങ്ങളിൽ അഭിപ്രായമായതുകൊണ്ടാണ്. ഇമാം നവവി തങ്ങൾ കൃത്യമായി ഇലാഖിൽ പറയുന്നു, വ ഇല്ലം യജിദിൽ ഹദിയ ലി അജ്സിഹി അനി സമനി. ഒരാൾക്ക് സാമ്പത്തിക പ്രയാസമുള്ളത് കൊണ്ട് ഇനി ഒരു മൃഗത്തെ വാങ്ങാൻ കഴിയാതെ വന്നു. ഔലി കൗനിഹി ലാ യുബാഉ ഇല്ലാ ബി അക്സറ മിൻ സമനിൽ മിസ്ലി. അത് വളരെ പ്രധാനമാണ്. സാധാരണ കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ വില കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ്, ഈ സീസണിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വന്നാൽ കൃത്യമായി കിതാബിൽ പറയുന്നു, ബി അക്സറ മിൻ സമനിൽ മിസ്ലി, സാധാരണ വിലയേക്കാൾ കൂടുതൽ വില കൊടുക്കേണ്ട ഒരു ഗതി വന്നാൽ ഫി ദാലിക്കൽ മൗദി, ആ സ്ഥലത്ത് വാങ്ങാൻ കിട്ടാൻ. സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ വില കൂടുതലുമുണ്ട്, നിങ്ങളൊരാടിന് അറിവിന് പണം അടക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയും സാമ്പത്തിക ഭാരം വരികയാണ്. ആ ഘട്ടത്തിൽ ഇന്തക്കല ഇലസവും നോമ്പിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ 10 നോമ്പ് നോറ്റാൽ അത് സുരക്ഷിതമായിരിക്കും. ഈ നോമ്പ് നോൽക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് 3 രീതിയിൽ നോൽക്കാവുന്നതാണ്. ഒന്ന്, അതിൻ്റെ ശരിയായ രീതി ഇഹ്റാമിൽ 3 നോമ്പ് നോൽക്കുക. ഇഹ്റാമിൽ 3 നോമ്പ് നോൽക്കുക എന്ന് പറയുമ്പോൾ 6, 7, 8 തീയതികളിൽ, ദുൽഹജ്ജ് 6, 7, 8, 5 ഇഹ്റാം ചെയ്താൽ 6, 7, 8 ഈ 3 ദിവസം നോമ്പ് നോൽക്കാം. 9 നോമ്പ് നോൽക്കാൻ പാടില്ല, പെരുന്നാളിന് നോമ്പ് നോൽക്കാൻ പാടില്ല. കാരണം ഹാജിമാർ ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കാതിരിക്കലാണ് സുന്നത്ത്. പെരുന്നാളിന് ഏതായാലും നോമ്പ് നോൽക്കാൻ പാടില്ലല്ലോ. ഈ രീതിയിൽ 3 നോമ്പ് ഇഹ്റാമിൽ നോൽക്കുകയും അതിനുശേഷം 7 നോമ്പ് നാട്ടിലെത്തിയതിനു ശേഷം നോൽക്കുകയും ചെയ്യുക. ഇതാണ് ഒരു രീതി. ഇനി ഇഹ്റാമിൽ ഒരാൾക്ക് നോൽക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടാമത്തെ രീതി, ഇഹ്റാമിൽ നോക്കാതിരിക്കുക, അറഫയൊക്കെ കഴിഞ്ഞ് ഹജ്ജൊക്കെ കഴിഞ്ഞ് മക്കയിൽ വെച്ച് തന്നെ 3 നോമ്പ് നോൽക്കുക, ബാക്കി 7 നോമ്പ് നാട്ടിൽ പോയി നോൽക്കുക. അത് രണ്ടാമത്തെ രീതി. ഇനി അതിനും കഴിഞ്ഞില്ല, മക്കയിൽ വെച്ച് ഒരാൾക്ക് നോമ്പ് നോൽക്കാനേ കഴിഞ്ഞില്ല, എന്നാൽ 10 നോമ്പ് നാട്ടിൽ പോയതിനു ശേഷം നോൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 നോമ്പ് ഒന്നിച്ച് നോൽക്കാൻ പാടില്ല. മക്കയിൽ നോൽക്കേണ്ടിരുന്ന 3 നോമ്പ് ആദ്യം നോൽക്കുക, 5 ദിവസം നോമ്പ് നോൽക്കാതിരിക്കുക, പിന്നെ 7 നോമ്പ് നോൽക്കുക. 10ഉം ചേർത്ത് നോൽക്കരുത് നാട്ടിൽ ചെന്നാൽ. കിതാബിൽ അങ്ങനെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായമല്ല. ആദ്യം 3 നോമ്പ് നോൽക്കുന്നു, പിന്നെ 5 ദിവസം ഒഴിവിടുന്നു. ഈ 5 ദിവസം അത് പെരുന്നാളിൻ്റെ ദിവസങ്ങളും പിന്നെ നാട്ടിലേക്ക് എത്താനുള്ള ദിവസവും കൂട്ടിച്ചേർത്താണ്. അതിനുശേഷം 7 നോമ്പ് നോൽക്കുക. ഇത് 7ഉം അതുപോലെ 3ഉം തുടർച്ചയായി നോൽക്കൽ സുന്നത്താണ്. ഇനി തുടർച്ചയായിട്ടല്ലെങ്കിൽ ഇടവിട്ട് സമയത്ത് നോറ്റ് തീർത്താലും അതിൻ്റെ ബാധ്യത വീടും. ഈ നോമ്പിന് നിയ്യത്ത് വെക്കേണ്ടത് തമത്വൻ്റെ ഫിദിയയുടെ പകരമായ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇനി ഒരാൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി, അയാൾ ഇവിടെ നിന്ന് നോമ്പ് നോറ്റില്ല, നാട്ടിൽ ചെന്നപ്പോഴേക്കും ശാരീരികമായി തളർന്നു, നോമ്പ് നോക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു ഘട്ടം വന്നാൽ അയാൾക്ക് ഈ നോമ്പിന് പകരം ഓരോ നോമ്പിന് ഓരോ മുദ്, 10 നോമ്പിന് 10 മുദ് സാധുക്കൾക്ക് ധർമ്മം ചെയ്യണം. ഈ നോമ്പിന് പകരമുള്ള ഈ മുദ് വിതരണം നാട്ടിൽ നടത്തിയാൽ മതി. അത് നാട്ടിലും നടത്താം. സാധാരണ അറിവുകളും അതുപോലെ തന്നെ ധാന്യ വിതരണവും മക്ക ഹറമിനകത്താണ് നടത്തേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ നോമ്പിന് പകരമുള്ള ഈ ധാന്യ വിതരണം നാട്ടിൽ നടത്താവുന്നതാണ്. ഈ കാര്യം മനസ്സിലാക്കി 10 നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പ്രശ്നം പരിഹരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് ഗുണകരം എന്ന് കിതാബുകളിൽ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നു. ഇനി നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം, ഗവൺമെൻറ്റിന് അടച്ചതാണ്, ഗവൺമെൻറ് ഏറ്റെടുത്തതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അതുപോലെ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. അത് ഓരോരുത്തരുടെയും താല്പര്യപ്രകാരമാണ്. കിതാബിൽ പറഞ്ഞ മസല ഞാൻ കൃത്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ. മാംസ വിതരണം ഹറമിൽ തന്നെ നടത്തണമെന്നും അതുപോലെ തന്നെ വക്കാലത്താക്കാതെ അറിവ് ശരിയാവില്ലെന്നും കിതാബുകളിൽ നിന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അക്കാര്യം പറയുന്നത്. അങ്ങനെ നമ്മൾ ഇഹ്റാം ചെയ്ത് നേരെ മിനയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇഹ്റാം ചെയ്യേണ്ടതിൻ്റെ രീതി പറഞ്ഞു. റൂമിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നു, ചിലർ മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്യുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. നോമ്പ് നോൽക്കേണ്ട രീതിയും പറഞ്ഞു. ഇനി ഇഹ്റാം ചെയ്ത് നമ്മൾ മിനയിലേക്ക് പോകുമ്പോൾ ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരാൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം,
പ്രധാനമായി ഒന്ന്, ഇഹ്റാം ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പാലിക്കേണ്ട ചില അദബുകളുണ്ട്. ആ അദബുകൾ പാലിക്കണം, അഥവാ മുഹറമാത്തുൽ ഇഹ്റാം പാലിച്ചിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായി പുരുഷന്മാർ ചുറ്റുത്തിനെ വസ്ത്രം ധരിക്കരുത്. നിങ്ങൾക്കറിയാം, ചുറ്റി തുന്നിയത് ധരിക്കാം, വാച്ച് അതുപോലെ തന്നെ ബാഡ്ജൊക്കെ ധരിക്കാം, വസ്ത്രമാകരുത്. ചെരുപ്പ് ധരിക്കുമ്പോൾ മുന്നിലൂടെ നോക്കിയാൽ വിരൽ, ഏതെങ്കിലും ഒന്നോ രണ്ടോ വിരൽ, പിന്നിലൂടെ നോക്കിയാൽ മടമ്പ്, ഇത് കാണുന്ന തരത്തിലുള്ള ചെരുപ്പേ ധരിക്കാവൂ. അതുകൊണ്ട് ഷൂ പറ്റില്ല. പുരുഷന്മാർക്ക് സോക്സ് ധരിക്കാനും പറ്റില്ല. ഇതാണ് പുരുഷന്മാർ സ്വീകരിക്കേണ്ട രീതി. അതുപോലെ തന്നെ പുരുഷന്മാർ തല മറക്കരുത്, തലയിൽ ഒന്നുകൊണ്ടും മറക്കരുത്. സ്ത്രീകൾ മുഖം മറക്കരുത്, മുൻകൈയിന് ഗ്ലൗസ് ധരിക്കരുത്. മുൻകൈ മറഞ്ഞു എന്നുകൊണ്ട് പ്രയാസമില്ല. ഉദാഹരണമായി നിങ്ങൾ മിനയിൽ പോയി പുതച്ച് കിടക്കുന്നു, കഴുത്ത് വരെ പുതക്കാം, അതിനകത്ത് കൈ ആ പുതപ്പിനകത്ത് പോയാലും ഒരു പ്രശ്നവും വരുന്നില്ല. അതിന് കൈ ഉറ ധരിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, കൈ മറക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രണ്ടു കൂട്ടരും സുഗന്ധം പൂശാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ലോഷൻ ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധമുള്ള ഇഹ്റാമിന് മുമ്പ് ഉപയോഗിച്ച ലോഷൻ പ്രശ്നമില്ല, ഇഹ്റാമിന്റെ ശേഷം ലോഷൻ ഉപയോഗിക്കരുത്. സുഗന്ധമുണ്ടെങ്കിൽ സുഗന്ധമില്ലാത്ത ലോഷൻ ഉപയോഗിക്കാം, സുഗന്ധമില്ലാത്ത പേസ്റ്റ് ഉപയോഗിക്കാം, അതെല്ലാം ഉപയോഗിക്കാം. സുഗന്ധമില്ലാത്ത ഏതെങ്കിലും ബാം നമുക്ക് വേണമെങ്കിൽ കാലിൽ മുറിവിൽ തേൽക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ തല, താടി, രോമം എന്നിവയിൽ എണ്ണ പൂശരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ പൂശരുത്, എണ്ണയുള്ള ക്രീമുകൾ തലയിൽ തേക്കരുത്. സുഗന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ എണ്ണയുടെ അംശമുണ്ടെങ്കിൽ, ഓയിലി ആണെങ്കിൽ താടിയിലും അതുപോലെ തന്നെ തലമുടിയിലും തേക്കാൻ പാടില്ല. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീട് നിങ്ങൾക്കറിയാം, കരുതിക്കൂട്ടി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നോ നഖം പറിക്കരുത്, മുടി പറിക്കരുത്, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നും മുടി പറിക്കരുത്. അത് പറിച്ചാൽ അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. പിന്നെ ബാക്കി 3 കാര്യങ്ങൾ പറയുന്നത് സ്വാഭാവികമായി നിങ്ങൾക്ക് വരുന്നതല്ല. അതായത് നിക്കാഹ് ബന്ധം നടത്തരുത്, വേട്ടമൃഗത്തെ ഭക്ഷിക്കരുത്, ഉപദ്രവിക്കരുത്, അതുപോലെ തന്നെ ലൈംഗിക ബന്ധം അരുത്. ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രശ്നം തീർന്നു. ഇതിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അഥവാ മറന്ന് അല്പം ലോഷൻ തേച്ചു, അല്പം സുഗന്ധം തേച്ചു, അല്ലെങ്കിൽ ഒരു തൊപ്പി വെച്ചു പുരുഷൻ, അല്ലെങ്കിൽ സ്ത്രീ കയ്യുറയിട്ടു, മറന്ന് ചെയ്താൽ ഉടനെ അതിൽ നിന്ന് ഒഴിവായാൽ മതി, ഫിദിയ വേണ്ട. അതേസമയത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുടി പറിക്കുക, നഖം പറിക്കുക, അത് മറന്ന് ചെയ്താലും അതിന് ഫിദിയ കൊടുക്കണം. അത് കൃത്യമായി മനസ്സിലാക്കണം. 1 മുടി പോയാൽ 1 മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം, 2 മുടി പോയാൽ 2 മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം. എത്ര മുടിയാണോ പോകുന്നത് അതിനനുസരിച്ച് ഓരോ മുദ്ദ് കൂടും. അതേസമയത്ത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നിന്നാണ് 3 മുടിയോ അതിൽ കൂടുതലോ നമ്മുടെ പ്രവർത്തനപരമായി പോകുന്നത് എങ്കിൽ കാമിലായ പൂർണ്ണമായ ഫിദിയ നൽകണം. ഈ ഫിദിയ നൽകുമ്പോൾ ഇഹ്റാമിൽ ഹറാമായ ഈ കാര്യത്തിന് നമ്മൾ ഫിദിയ നൽകുമ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. സൗകര്യം പോലെ ചെയ്യാം. ഒന്നുകിൽ ഒരു നോമ്പ് നോൽക്കുന്നു, അതല്ലെങ്കിൽ 6 സാധുക്കളെ ഹറമിൽ നിന്ന് കണ്ടെത്തി 6 പാവങ്ങൾക്ക് അര സ്വാഴ് വീതം ധർമ്മം ചെയ്യുക. അയാൾക്ക് ആർത്തവ സമയത്താണ് അവർ ഇഹ്റാം ചെയ്യുന്നത് എങ്കിൽ അവർ ഇഹ്റാം ചെയ്ത് പിന്നീട് അവർ മിന, അറഫ എല്ലാം സഞ്ചരിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ ഇഹ്റാമിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി കുളിക്കും. അവർ ശുദ്ധിയാകുന്നതിന് വേണ്ടി കുളിക്കും. ശുദ്ധിയാകുന്നതിന് വേണ്ടി കുളിക്കുന്ന സമയത്ത് സ്വാഭാവികമായി മുടി പോയെന്ന് വരും. അങ്ങനെ മുടി പോയാൽ 3 നോമ്പ് നോറ്റാൽ മതി. ഞാൻ ഇഹ്റാമിൽ മുടി നട്ടപ്പെട്ടതിൻ്റെ ഫിദിയായി നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 3 നോമ്പ് നാട്ടിൽ നിന്ന് നോറ്റാലും മതി, ഇവിടുന്ന് പൂർത്തിയാക്കിയാലും മതി. എവിടുന്ന് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. അതല്ലെങ്കിൽ 6 സാധുക്കൾക്ക് അര സ്വാഴ് വീതം ധാന്യം ധർമ്മം ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ. എന്നാൽ ആ വിഷയം തീരും. ഇതാണ് ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് സാധാരണഗതിയിൽ പോകുന്നത് ദുൽഹജ്ജ് മാസം 7-ന്റെ അന്ന് അസ്തമിച്ച രാത്രിയാണ്. അപ്പോൾ 8 ദുൽഹജ്ജ് 8-നാണ് നമ്മൾ മിനയിലേക്ക് പോകുന്നത്. ആ മിനയിലേക്ക് പോകുന്നത് പല സമയത്താകാം. ഇനി ഒരാൾ ആ 7-ന്റെ അന്ന് മിനയിലേക്ക് പോയില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം 9-ന് അയാൾ അറഫയിൽ ഉണ്ടാകണം എന്നതാണ് പ്രധാനം. 8-ന് എത്തിയില്ല. കിതാബുകളിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നു. നമ്മൾ ഈ വിഷയത്തിൽ കിതാബിൽ പറയുന്ന സുമ്മ ഇദാ ഖറജു യൗമ തർവിയത്തി, യോമു തെർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9, പഴയ കാലത്ത് വെള്ളം ശേഖരിക്കുന്ന ദിവസമായതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. അവർ യോമു തെർവിയ ദിവസത്തിൽ അഥവാ ദുൽഹജ്ജ് 9-ന് ഇലാ മിനൻ, മിനയിലേക്ക് പുറപ്പെട്ടാൽ അന്ന് ചെയ്യാനുള്ള കർമ്മ സുന്നത്ത് ഐ യുസല്ലു ബിഹ, അവിടെ പോയി നമസ്കരിക്കണം. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. തുമ്മ യുസല്ലു ബിഹ ളുഹ്റ വൽ അസ്റ വൽ മഗ്രിബ വൽ ഇശാ. 4 വക്ത് നിസ്കരിച്ചതിന്റെ ശേഷം വയബീതു ബിഹ, അവിടെ തന്നെ രാത്രി പാർക്കുക. വയുസല്ലൂന ബിഹ സുബഹ, പിറ്റേ ദിവസം 9-ന്റെ രാവിലെ സുബഹി നിസ്കരിക്കുക. എന്നിട്ട് പറയുന്നു വ കുല്ലു ദാലിക മസ്നൂനുൻ, ഇതൊക്കെ സുന്നത്തേ ഉള്ളൂ. ലൈസ ബിനുസുക്കിൻ വാജിബിൻ, നിർബന്ധമുള്ള കാര്യമല്ല. 7-ന്റെ അന്ന് അവിടെ പോയി, 7-ന്റെ അന്ന് രാത്രി പോയി 8-ന് അവിടെ താമസിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല. കിതാബിൽ പറയുന്നു, ഇമാം നവവി തങ്ങൾ ഇനാഹിൽ പറയുന്നു ഫലൗ ലം യബീതു ബിഹ അസ്ലൻ, ഒരാൾ ആ രാത്രി 8-ന്റെ അന്ന് രാത്രി അവിടെ താമസിച്ചില്ല,
വലം യദ്ഖുലൂഹ, അയാൾ മിനയിലേക്ക് തന്നെ പോയില്ല. അയാൾ 8-ന്റെ അന്ന് മിനയിലേക്ക് തന്നെ പോകാതെ നേരെ 9-ന് അറഫയിലേക്കാണ് പോയത്. ഫലാ ഷൈഅ അലൈഹിം, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല. ലാക്കിൻ ഫാത്തത്തും സുന്നത്ത്, ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു എന്നൊരു കുറവുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. ഹജ്ജിന് അത് യാതൊരു തരത്തിലും ഭംഗം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, ചിലപ്പോൾ മുത്തൈഫിന്റെ വാഹനം വരാൻ വൈകിയെന്ന് വരും, സമയം വൈകി കൊണ്ടുപോയി എന്ന് വരും, ചിലപ്പോൾ നിങ്ങൾക്ക് 8-ന്റെ അന്ന് പറഞ്ഞ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. അതൊന്നും ഹജ്ജിനെ ബാധിക്കുന്നില്ല. 9-ന് അറഫയിലെത്തുക എന്നതാണ് പ്രധാനം. ഇഹ്റാം ചെയ്ത ഹാജി 9-ന് ലൊഹ്റ് സമയത്ത് അറഫയിൽ ഉണ്ടായിരിക്കണം. ലൊഹ്റ് ബാങ്ക് വിളിച്ചിട്ടാണ് പ്രവേശിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയ കാലം പോലെയല്ല. 10-30 ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്യാനുള്ളത് കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഖാദിമുൽ ഹറമൈനി ഷരീഫൈനി ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. അതിന്റെ ഭാഗമായി അവർ 7-ന് നേരത്തെ തന്നെ കൊണ്ടുപോകും. പണ്ടൊക്കെ 8-ന് ലൊഹ്റാകുമ്പോഴേ കൊണ്ടുപോകും, ലൊഹ്റ് സമയമാകുമ്പോഴേക്കും ലുഹാ സമയത്ത് എത്തിക്കും. ഇപ്പോൾ 7-ന് രാത്രി കൊണ്ടുപോകും. അതുപോലെ പിറ്റേ ദിവസത്തെ സുബൈ നമുക്ക് അവിടെ നമസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സുബൈ ആകുമ്പോഴേക്കും അറഫയിലേക്ക് കൊണ്ടുപോകും. 9-ന്റെ അന്ന് പ്രഭാതത്തിൽ തന്നെ ആളുകൾ അറഫയിൽ എത്തിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ നമ്മൾ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെന്റ് ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്കൊരു പക്ഷേ കർമ്മങ്ങൾ പഠിപ്പിച്ചു തരാൻ ആളുകൾ ഉണ്ടാവില്ല. പ്രൈവറ്റ് ഹാജിമാർക്ക് അവരുടേതായ അമീർമാർ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കും, അവർ ഇത് കേൾക്കേണ്ട കാര്യവുമില്ല. അതേസമയത്ത് സർക്കാരിൽ വരുന്ന ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പലരും മെസ്സേജ് അയക്കുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ വന്ന ആളുകൾ പലരും ബന്ധപ്പെടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് തന്നെ വെച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ മിക്ക ഹാജിമാരും അൽ ഹജ്ജ് അറഫ എന്ന ഹദീസ് കേട്ടിട്ടുണ്ട്. ഹജ്ജ് എന്നാൽ അറഫയാണ്. അവർ ഉടനെ തന്നെ ഖുർആൻ പാരായണവും ദിക്ർ ചൊല്ലലും എല്ലാമായി അതിൽ മുഴുകി അവർ ഏകദേശം 10 മണി 11 മണിയാകുമ്പോഴേക്കും ദിക്റും സ്വലാത്തും ചൊല്ലി ക്ഷീണിച്ച് ലൊഹ്റായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വളരെ ക്ഷീണത്തോടു കൂടി തമ്പിൽ കിടന്നുറങ്ങുന്നത് കാണാൻ പറ്റും. വളരെ അപകടകരമായൊരു കാര്യമാണത്. അറഫയുടെ സമയം ആരംഭിക്കുന്നത് ലൊഹ്റ് ബാങ്ക് വിളിച്ചിട്ടാണ്. ലൊഹ്റ് ബാങ്കിന് മുമ്പ് അറഫയുടെ ആ നൃത്തത്തിന് ഒരു പ്രത്യേകതയുമില്ല. അറഫ നൃത്തം വീടുകയുമില്ല. അറഫ നൃത്തം എന്ന് പറയുന്ന അവിടെ നിൽക്കലല്ല, അറഫയിൽ അയാൾ ഉണ്ടാവുക എന്നതാണ്. അല്പസമയം ഉണ്ടായാൽ മതി. അപ്പോൾ അറഫയുടെ സമയം ആരംഭിക്കുന്നത് ദുൽഹജ്ജ് മാസം 9-ന്റെ അന്ന് ലൊഹ്റ് ബാങ്ക് വിളിച്ച് പിറ്റേ ദിവസം ഫജ്ർ സാദിഖ് പ്രഭാതം വെളിവാകുന്നവരെ രാത്രിയും അറഫയുണ്ട്. ഇവിടെ നാട്ടിലെ ആളുകളൊക്കെ പലപ്പോഴും മഗ്രിബായാൽ അറഫ കഴിഞ്ഞു എന്നൊരു ധാരണക്കാരാണ്. ഇവിടെ കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾക്ക് അനുമതി കിട്ടി, അയാൾ അറഫയിലെത്തിയത് രാത്രി 2 മണിക്കാണ്. 9-ന്റെ അന്ന് സൂര്യൻ അസ്തമിച്ച് പെരുന്നാളിന്റെ തലേ രാത്രി 2 മണിക്കോ 3 മണിക്കോ അറഫയിലെത്തി, അയാൾക്ക് ഹജ്ജ് കിട്ടും. അറഫയുടെ സമയം അപ്പോഴുമുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് രാവും പകലും ഒരുമിച്ച് കൂട്ടുക. അതായത് മഗ്രിബിന്റെ സമയത്ത് അവിടെ ഉണ്ടാവുക. അപ്പോൾ മഗ്രിബിന്റെ മുമ്പുണ്ടായി, മഗ്രിബിന്റെ ശേഷവും ഉണ്ടായി, രാവും പകലും ഒരുമിച്ച് കൂട്ടി. അതാണ് വളരെ പ്രധാനം. അറഫയിൽ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട 2 നിബന്ധനകളേ ഉള്ളൂ. ഒന്ന്, കൗനുഹൂഫി വക്തിഹിൽ മഹദൂദ്, അതിന്റെ ക്ലിത്ത സമയത്ത് അവിടെ ഉണ്ടാവണം. അത് ഈ പറഞ്ഞ സമയമാണ്. അതേപോലെ തന്നെ അയാൾ ഒരിക്കലും എന്ത് രോഗം ബാധിച്ചവനാണെങ്കിലും ശരി, അവന് ബോധമുണ്ടെങ്കിൽ ഹജ്ജ് കിട്ടും. അഹ്ലുൽ ഇബാദത്തി എന്നാണ്. അയാൾ ഇബാദത്തിന് അർഹനാവുക എന്ന് പറഞ്ഞാൽ അയാൾ ലഹരി ബാധിതനോ ബോധക്ഷയമുള്ളവനായാൽ ഹജ്ജ് കിട്ടില്ല. എല്ലാവരും ദുആ ചെയ്യണം. അറഫയുടെ ദിവസം ആളുകൾ ബോധം കെട്ട രോഗമുണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജ് കിട്ടില്ല. ബോധമുണ്ടെങ്കിൽ അയാൾ അറഫയിൽ ഒരു ദിക്ർ ചൊല്ലിയില്ലെങ്കിലും അല്ല, ശരീരം അറഫയിൽ നിന്ന് വന്നു പോയാൽ ഒരു നിമിഷം വന്നാൽ മതി, അയാൾക്ക് ഹജ്ജ് കിട്ടി. അത്രയും ലളിതമാണ്. അതേസമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ അറഫയിൽ നിന്ന് പരമാവധി ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞവർക്കും നമുക്കുമൊക്കെ ദുആ ചെയ്ത് വളരെ നല്ല രീതിയിൽ അവിടെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണത്. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊക്കെ സാധുക്കളാണ്, ഒരുപാട് വലിയ വലിയ മഹത്തുക്കൾ അവിടെ ഉണ്ടാവും. ആ മഹത്തുക്കളായ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആബന്ന മുസീഹും ബി മുഹ്സിനിഹിം എന്നാണ്. നല്ല മനുഷ്യന്മാരെ കൂടെ നമ്മൾ ചേരുമ്പോൾ നമുക്കും പുറത്ത് കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെ എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ KMCCയുടെ പ്രവർത്തകർക്കൊക്കെ എനിക്കും ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഈ ഓൺലൈനിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൊഹറിന്റെ ശേഷമാണ് ആരംഭിക്കുന്നത് എന്ന ബോധത്തോടു കൂടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നേരത്തെ അറഫയിൽ ചെന്നാൽ ഒന്ന് വിശ്രമിക്കുക, ഒന്ന് കിടന്നുറങ്ങാം. ഒരു 10 മണിക്ക് എഴുന്നേറ്റാൽ മതി. 10 മണിക്ക് എഴുന്നേറ്റ് പുറത്ത് പോയി വുളൂ ചെയ്ത് വന്ന് തമ്പിൽ പ്രവേശിച്ച് അറഫയിലെ തമ്പിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകുക. ഭക്ഷണം കഴിച്ച് ലൊഹ്റ് ബാങ്ക് വിളിച്ചാൽ അവിടെ നിങ്ങൾ നിസ്കരിക്കുക. ഇവിടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്ത മദ്ഹബുകളിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട്. ആളുകൾ അത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ ജമ്മാക്കണോ കസറാക്കണോ എന്നൊക്കെ. ഷാഫി മദ്ഹബിൽ വിധിയാണ് ഞാൻ പറയുന്നത്. മറ്റു മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിൽ മക്കയിൽ 4 ദിവസത്തിലധികം താമസിച്ച ആളാണെങ്കിൽ അയാൾക്ക് ജമ്മും കസറും ഉണ്ടാവില്ല. അപ്പോൾ അയാൾ കൃത്യമായി ചെയ്യേണ്ടത് ലൊഹറിന്റെ സമയത്തും അസറിന്റെ സമയത്തും നിസ്കരിക്കണം. അതുപോലെ തന്നെ മഗ്രിബിന്റെ സമയത്തും ഇഷാന്റെ സമയത്തും നിസ്കരിക്കണം. അവർക്ക് മിനയിൽ ഒരിക്കലും ജമ്മും കസറും ഉണ്ടാവില്ല. കാരണം അവർ യാത്രക്കാരല്ല. അവർ 4 ദിവസത്തിലധികം മക്കയിൽ താമസിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു അഭിപ്രായ പ്രകാരം ഈ നുസുക്കിന്റെ ജമ്മ് എന്ന രീതിയിൽ
അറഫയിലെയും മുദ്ദലിഫയിലെയും ആ നിസ്കാരം, അതായത് ളുഹ്ർ അസ്ർ മഗ്രിബ് ഇശാ, ഇത് ജമ്മാക്കാം എന്ന അഭിപ്രായമുണ്ട്. കസറാക്കാൻ എന്തായാലും പറ്റില്ല. ഹനഫി മദ്ഹബിൽ അവർ ജമ്മും കസറുമാക്കും. അത് നിങ്ങളുടെ വീക്ഷണമനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ ചെയ്യുക എന്നല്ലാതെ ആരെയും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കർമ്മശാസ്ത്ര വശം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് അമല് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. യാത്ര മുറിഞ്ഞ ആളുകൾ, 4 ദിവസത്തിലധികം മക്കയിൽ താമസിച്ച ആളുകൾ പരമാവധി സമയത്ത് നമസ്കരിക്കുക എന്നതാണ് പ്രധാനം എന്ന് നിങ്ങൾ അറിയിക്കുന്നു. അത്രേ ഇത് കാര്യത്തിൽ പറയാൻ കഴിയൂ. ഓരോരുത്തർക്കും ഓരോ വീക്ഷണങ്ങളുണ്ടാവും, വ്യത്യസ്ത വീക്ഷണക്കാർ ഇത് കേൾക്കുന്നുണ്ടാവും. യഥാർത്ഥ വശം ഷാഫി മദ്ഹബ് അനുസരിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അറഫയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി ഉദുവോടുകൂടി നിൽക്കുക. അത് വളരെ പ്രധാനമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണത്. ദുആ സ്വീകരിക്കാൻ അത് ഉത്തമമാണ്. അതുപോലെ കിബിലക്ക് തിരിഞ്ഞു നിൽക്കുക, ഔറത്ത് മറച്ചു നിൽക്കുക, അല്പസമയം വെയിൽ കൊണ്ട് ദുആ ചെയ്യുക. അശറിന്റെ ശേഷം ഒന്ന് പുറത്തിറങ്ങി, അല്ലാ യസ്തലില്ല എന്ന് കിതാബിലുണ്ട്, തണലത്ത് നിൽക്കാതിരിക്കൽ, ദുആ ചെയ്യുക. ജബറുൽ റഹ്മ തേടി പോകണ്ട. ജബറുൽ റഹ്മയിലേക്ക് പോയെങ്കിലേ ഹജ്ജ് ശരിയാകൂ എന്ന തോന്നൽ വേണ്ട. ആ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയെന്ന് വരില്ല. അത് അന്വേഷിച്ച് നടന്ന് നിങ്ങൾ ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന സമയം നഷ്ടപ്പെടും. ആ സമയം സൂറത്തുൽ ഹശ്ർ ഓതാം, നിങ്ങൾക്ക് മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാം, ലോക മുസ്ലിങ്ങൾക്ക് ദുആ ചെയ്യാം, നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ ഹാജിമാർ ചെയ്യാറുള്ളത് ഒരു 4 മണിയാകുമ്പോഴേക്കും ഇറങ്ങി ബസ്സിൽ സീറ്റ് പിടിക്കും. അങ്ങനെ ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് രാവും പകലും ഒരുമിച്ച് കൂട്ടൽ. ഈ രാവും പകലും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത് മഗ്രിബിന് അവിടെ ഉണ്ടായാൽ മഗ്രിബ് വാങ്ങി വിളിച്ചാൽ രാത്രിയായി, രാവും പകലും ഒരുമിച്ച് കൂടി. അതിനുശേഷം നിങ്ങൾ മുദ്ദലിഫയിലേക്ക് നീങ്ങിയാൽ മതി. കാരണം മുദ്ദലിഫയിലേക്ക് നിങ്ങൾ എപ്പോൾ നീങ്ങിയാലും മുദ്ദലിഫയുടെ സമയം ആരംഭിക്കുന്നത് രാവ് പകുതി അതിൻ്റെ ശേഷമാണ്. 12 മണിയെന്ന് കണക്കാക്കരുത്. ഉദയവും അസ്തമയും കൂട്ടി അതിൻ്റെ നേർപകുതി. അപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ മുദ്ദലിഫയിൽ ഉണ്ടായാൽ മതി. അല്പസമയം മുദ്ദലിഫയിൽ ഉണ്ടായാൽ വിഷയം തീർന്നു. ഇവിടെ അറഫയിൽ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ കാണുന്ന ഒരു പ്രത്യേകത, പല ആളുകളും ആത്മാർത്ഥമായി ദുആ ചെയ്ത് കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ കൈ വല്ലാണ്ട് ഇങ്ങനെ പൊക്കും, വല്ലാതെ പൊക്കിയിട്ട്. കിതാബിൽ പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ കൈ പൊക്കുമ്പോൾ അതോടുകൂടി ചേർത്ത് പിടിച്ച് പൊക്കണം. അവിടെ പറഞ്ഞൊരു വാചകം ഇലാഖിലുണ്ട്, പല കിതാബുകളിലുമുണ്ട്. വലാ യുജാവിസു ബിഹിമാ റഅ്സഹു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നിങ്ങൾ കൈ തലയുടെ മുകളിലേക്ക് കൊണ്ടുപോകരുത്, തലയുടെയും മുകളിലേക്ക് കൈ പൊക്കരുത്. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ തലയുടെ പരിധി വിട്ട് കൈ പൊക്കരുത്, ഇതത്രേ പൊക്കാവൂ. ഇങ്ങനെ പൊക്കി പിടിച്ച് ദുആ ചെയ്യേണ്ടതില്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹംദ് സ്വലാത്ത് വളരെയധികം ഭക്തിയോടുകൂടി അള്ളാഹുവിനോട് വിനയത്തോടു കൂടി ദുആ ചെയ്താൽ തീർച്ചയായും അറഫയിൽ ഉത്തരം കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കണം, അറഫയിൽ ഒരാൾ നിൽക്കുകയും എൻ്റെ ദോഷം പുറത്തിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുക പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. എന്തായാലും പൊറുക്കുമെന്ന വിശ്വാസം വേണം. അറഫയിൽ നിന്നിട്ട് എൻ്റെ ദോഷം പൊറുത്തില്ല എന്ന തോന്നൽ തന്നെ വലിയ തെറ്റാണ് എന്നാണ് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹദീസിൽ അങ്ങനെയുണ്ട്. അത് വളരെ പ്രധാനമാണ്. അങ്ങനെ നാം ളുഹ്ർ സമയം മുതൽ മഗ്രിബ് സമയം വരെ ദുൽഹജ്ജ് 9 അറഫയിൽ നിന്നു ഹജ്ജ് കിട്ടി. നേരെ നമ്മൾ മുദ്ദലിഫയിലേക്ക് വരുന്നു. രാവ് പകുതി ആയാൽ അല്പസമയം മുദ്ദലിഫയിൽ നിൽക്കുന്നു. മുദ്ദലിഫയുടെ പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ സുബഹി വരെ നിൽക്കുന്നു, 70 കല്ല് പൊറുക്കുന്നു, സുബഹി അവിടെ നമസ്കരിക്കുന്നു, സൂര്യൻ ഉദിച്ച് വെളിച്ചം പരക്കുന്നതിന് മുമ്പ് നേരെ മിനയിലേക്ക് നടക്കുന്നു. പക്ഷേ ഈ രീതി സ്വീകരിച്ചാൽ ഒരു പക്ഷേ ഹാജിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പ്രഭാതമായതിനു ശേഷം നിങ്ങൾ മിനയിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും കല്ലെറിഞ്ഞ് മടങ്ങി വരുന്ന ആളുകളുമായി കൂട്ടിമുട്ടാനും നിങ്ങൾക്ക് നടത്തം പ്രയാസമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രായോഗികമെന്ന രീതിയിൽ ഏറ്റവും നല്ലത് നിങ്ങൾ മുദ്ദലിഫയിൽ ഒരു 3 മണി 3:30 മണി വരെ നിന്ന് കല്ല് പെറുക്കിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ, ട്രെയിനിലാണോ ബസ്സിലാണോ നടന്നാണോ എങ്ങനെയാണെങ്കിലും സുബഹി ആകുമ്പോഴേക്കും നിങ്ങളെ തമ്പിലെത്താൻ ശ്രമിക്കുക. അതാണ് സുരക്ഷിതത്വം. സുബഹി തമ്പിലെത്തി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല അതാണ്. അതല്ല ഇനി ഒരാൾ അവിടെ തന്നെ നിന്ന് എല്ലാ പൂർണ്ണ സുന്നത്തും എടുത്തുകൊണ്ട് പ്രഭാതം വരെ അഥവാ സുബഹി നമസ്കരിക്കുന്ന സമയം വരെ മുദ്ദലിഫയിൽ നിൽക്കുകയും ദുആ ചെയ്യുകയും ചെയ്താൽ ഏറ്റവും നല്ലതാണ്. അതിന് യാതൊരു കുഴപ്പവുമില്ല. അതാണ് ഏറ്റവും നല്ലത്. അവിടെയാണ് മഷ്അറുൽ ഹറാം എന്ന പള്ളിയുള്ളത്. അത് തേടി പോകണമെന്നില്ല. മുദ്ദലിഫയുടെ പരിധിക്കകത്ത് എവിടെയെങ്കിലും നിന്നാൽ മതി. മുദ്ദലിഫ പരിധിക്കകത്ത് എവിടെ നിന്നാലോ. അതുപോലെ നിങ്ങൾ അറഫയിൽ നിൽക്കുന്ന സമയത്ത് മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയുന്ന നമിറ പള്ളി തേടി പോകേണ്ടതില്ല. കാരണം അതൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ട് നിങ്ങൾ അറഫയിൽ നിങ്ങൾക്ക് കിട്ടിയ തമ്പിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യുക. മുദ്ദലിഫയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും, നിങ്ങളെ കൊണ്ടുചെന്ന് ഇറക്കുന്ന ഏരിയ. ആ ഏരിയയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. അവിടെ തന്നെ കല്ലും ഉണ്ടാകും. 7 കല്ല് പെറുക്കിയാലും പ്രശ്നം തീർന്നു, സുന്നത്ത് കിട്ടി. ശേഷം നിങ്ങൾ ബാക്കി മിനയിൽ നിന്ന് പൊറുക്കിയാൽ മതി. ഇനി പ്രായമായ ആളുകൾക്ക് കല്ല് പെറുക്കി കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബത്ത് പെറുക്കി കൊടുത്തിരിക്കുകയാണ്. അബ്ദുൽ അബ്ബാസ് റളിയല്ലാഹു തആല കൂടെ ഉണ്ടായിരുന്നു. കല്ല് പെറുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രായമായ ആളുകൾക്ക് കല്ല് പെറുക്കി കൊടുക്കാം, കുറച്ച് കൂടുതൽ എടുക്കാം. അമരപ്പയറിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ കല്ലാണ് വേണ്ടത്. കല്ലുകൾ പൊട്ടിച്ചെടുക്കരുത്. ചെറിയ കല്ല് നോക്കി 70 കല്ല് പ്രത്യേകം കുപ്പിയിലോ അല്ലെങ്കിൽ കീസിലോ എടുത്തുകൊണ്ട് പോവുക. കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. നഷ്ടപ്പെട്ടാൽ കൂട്ടിച്ചേർക്കാം. അങ്ങനെ
മുദ്ദലിഫയിൽ നിന്ന് നമ്മൾ നേരെ തമ്പിലെത്തുന്നു, സുബഹി നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ച ശേഷം തമ്പിലെത്തുന്നു. രണ്ടും നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം. നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇന്നാണ് പെരുന്നാൾ. പെരുന്നാളിനാണ് ഹാജിക്ക് കൂടുതൽ അമൽ ചെയ്യാനുള്ളത്. പെരുന്നാളിൻ്റെ അന്ന് ഹാജി മുദ്ദലിഫയിൽ നിന്ന് പെറുക്കിയ കല്ലെടുത്ത്, അതല്ല മുദ്ദലിഫയിൽ നിന്ന് പെറുക്കിയില്ലെങ്കിൽ മിനയിൽ നിന്ന് കല്ല് പെറുക്കി 7 കല്ല് ജംറത്തുൽ അഖബയിൽ എറിയണം. നിങ്ങൾ അറഫയിൽ നിന്ന് മുദ്ദലിഫയിലെത്തി, മുദ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, നേരെ വരുമ്പോൾ ആദ്യത്തെ ജംറയല്ല, രണ്ടാമത്തെ ജംറയല്ല, മൂന്നാമത്തെ ജംറ, അതായത് കിബിലക്ക് നേരെ വരുമ്പോൾ അവസാനത്തെ ജംറ. ആ ജംറയിലെത്തിയാൽ നിങ്ങൾ 7 കല്ലുകൾ അവിടെ എറിയുക. 7 കല്ലെറിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും എറിഞ്ഞാൽ പറ്റില്ല. അതിലേറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം, ഒന്ന് കൈ കൊണ്ട് തന്നെ എറിയണം, ഉപകരണങ്ങൾ കൊണ്ട് പറ്റില്ല. കല്ലുകൊണ്ട് തന്നെ എറിയണം. ചെരുപ്പ് വടി ഇതുകൊണ്ടൊന്നും എറിഞ്ഞാൽ പറ്റില്ല. അതുപോലെ തന്നെ എറിയുന്ന സമയത്ത് ജംറ എറിയുന്നു എന്ന് മനസ്സിൽ കരുതണം. അതുപോലെ തന്നെ 7 കല്ല് 7 തവണയായി എറിയണം. 7 കല്ലും കയ്യിൽ പിടിച്ചൊരു ഒറ്റ ഏറ് കൊടുത്താൽ അത് ഒരു ഏറായിട്ടേ പരിഗണിക്കൂ. ഏറ്റവും പ്രധാനം, എറിഞ്ഞ കല്ല് ആ തടത്തിൽ വീണു എന്ന് ഉറപ്പ് വരുത്തണം. പലരും ആ ചുമരിലേക്കാണ് എറിയുക. കുഴപ്പമില്ല, ആ ചുമരിൽ എറിഞ്ഞ് അതിൽ തട്ടിയത് കൊണ്ടായില്ല, ചുമരിൽ തട്ടി ആ തടത്തിൽ വീഴണം. ഇനി ചുമരിൽ തട്ടാതെ ആ തടത്തിൽ വീണാലും മതി. ചുമരിൽ തട്ടി പുറത്തേക്ക് തെറിച്ചു പോയാൽ വേറെ എറിയേണ്ടി വരും, ആ ഏറ് ശരിയല്ല. അങ്ങനെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഏറ് നടത്തി കഴിഞ്ഞാൽ ജംറത്തുൽ അഖബയിൽ എറിയുന്നതോടുകൂടി പെരുന്നാളിൻ്റെ ആദ്യത്തെ പ്രവർത്തനം തീർന്നു. ഇനി അയാൾ മുടി കളഞ്ഞാൽ മതി. അറവുണ്ടെങ്കിൽ അറക്കാം, അറവ് നേരത്തെ അറുത്തിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ കല്ലെറിഞ്ഞ് മുടി മുറിക്കുക. ഏറ്റവും നല്ലത് പുരുഷന്മാർ മുടി പൂർണ്ണമായി മുണ്ടനം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇർഹമിൽ മുഹല്ലിക്കീൻ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ അർത്ഥം കൂലി ഏറ്റവും കൂടുതൽ മുടി കളയുന്നവർക്കാണ്. ഇനി സ്ത്രീകൾ മുടി കളയരുത്. അവർ മൊത്തം മുടി തൂക്കിയിട്ട് എത്ര വെട്ടിയാൽ അവർക്ക് അതിൻ്റെ കൂലി കിട്ടി. ഇനി 3 മുടി സ്ത്രീകൾ മുറിച്ചാലും തഹല്ലുലായി. ഞാൻ തഹല്ലുലാകുന്നു എന്ന് കരുതി 3 മുടി മുറിച്ചാൽ വിഷയം തീർന്നു. ഈ കല്ലെറിഞ്ഞ് മുടി മുറിക്കുന്നതോടുകൂടി ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങളിൽ ലൈംഗിക പ്രവർത്തനമല്ലാത്ത എല്ലാം അനുവദനീയമാണ്. ഏത് വസ്ത്രവും ധരിക്കാം, സുഗന്ധം പൂശാം, സോപ്പ് ഉപയോഗിക്കാം, ലോഷൻ തേക്കാം, എല്ലാം ചേർക്കാം. ആദ്യത്തെ കല്ലേറ് കഴിഞ്ഞ് നിങ്ങൾ മുടി കളഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ 1-ാം തഹല്ലുലായി. ഹജ്ജിന് 2 തഹല്ലുലുണ്ട്. ഉംറക്ക് 1 തഹല്ലുലേ ഉള്ളൂ. ഉംറക്ക് തവാഫും സഴിയും കഴിഞ്ഞ് മുടി മുറിച്ചാൽ തഹല്ലുൽ പൂർണ്ണമായി. ഹജ്ജിന് കല്ലെറിഞ്ഞ് മുടി മുറിച്ചാൽ 1-ാം തഹല്ലുലായി. ലൈംഗിക ബന്ധം പാടില്ല. ഇനി തവാഫും സഴിയും കൂടി കഴിഞ്ഞാൽ എല്ലാ തഹല്ലുലുമായി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി ചെയ്യേണ്ടത് തവാഫും സഴിയുമാണ്. ഈ തവാഫും സഴിയും ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് തന്നെ മക്കത്ത് പോയി ചെയ്യലാണ് ഏറ്റവും നല്ലത്. സാധിക്കുന്നില്ലെങ്കിൽ 13ന്റെ ഉള്ളിൽ ചെയ്യണം. ഇനി അതിനും കഴിയില്ലെങ്കിലോ കാലപരിധിയില്ല, എത്ര കാലം പിന്തിച്ചും ചെയ്യാം. അതുകൂടി ചെയ്യുമ്പോഴേ ഹജ്ജ് പൂർത്തിയാവും. അപ്പോൾ മിനയിൽ നിന്ന് തിരിച്ചു വന്ന് റൂമിലെത്തിയതിന് ശേഷം ചെയ്താലും മതി. ഒരു കറാഹത്തുണ്ടാകുമെന്നേ ഉള്ളൂ. അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ വിട്ടും പിന്തിച്ചാൽ കൂടുതൽ കറാഹത്തുണ്ട് എന്ന കാര്യം ഓർക്കണം. സാധിക്കുമെങ്കിൽ ആരോഗ്യമുള്ള ആളുകൾക്ക് നേരത്തെ വന്ന് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തവാഫും സഴിയും കഴിഞ്ഞാൽ പൂർത്തിയായി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് വന്ന് നിങ്ങൾ നേരെ മിനയിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് വരുമ്പോൾ ഒരു തവാഫ് സുന്നത്തുണ്ട്. അതിനാണ് കുദൂമിൻ്റെ തവാഫ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗത്തേക്ക് മടങ്ങണം. ഞാൻ പറഞ്ഞത് ഓർത്തുകൊണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഇഹ്റാം ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങൾ മീക്കാത്തിൽ പോയി വന്നവരാണെങ്കിൽ മീക്കാത്തിൽ പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരുന്ന ആൾക്ക്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അവസാനം വരുന്ന ആളുകൾ ഹജ്ജിന് ഇഹ്റാം ചെയ്താണ് വരിക. അങ്ങനെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പ്രവേശിക്കുന്ന ആളുകൾക്ക് സുന്നത്തായ തവാഫാണ് കുദൂമിൻ്റെ തവാഫ്, നിർബന്ധമില്ല. ആ കുദൂമിൻ്റെ തവാഫ് ചെയ്താൽ അതിൻ്റെ കൂടെ ഒരു സഴിയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അറഫയിൽ നിന്ന് വന്നാൽ പിന്നീട് തവാഫ് മാത്രം ചെയ്താൽ മതി, സഴി ചെയ്യേണ്ടതില്ല. പലരും ചോദിക്കുന്നത്, വാട്സപ്പിലൊക്കെ ചോദിക്കുന്നത്, ഹജ്ജിൻ്റെ തവാഫ് നേരത്തെ ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഹജ്ജിൻ്റെ തവാഫ് നേരത്തെ ചെയ്യാൻ പറ്റില്ല. അവർ ഉദ്ദേശിക്കുന്നത് ഈ കുദൂമിൻ്റെ തവാഫാണ്. മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്ത് വരുമ്പോൾ സുന്നത്തായ കുദൂമിൻ്റെ തവാഫ് ചെയ്യുമ്പോൾ ഹജ്ജിൻ്റെ സഴി അതിൻ്റെ കൂടെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ അറഫയിൽ നിന്ന് വന്ന് കല്ലെറിഞ്ഞ് മുടി മുറിച്ച് വന്നിട്ട് തവാഫ് മാത്രം ചെയ്താൽ മതി. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ ഹജ്ജിൻ്റെ തവാഫ് ആദ്യം ചെയ്യുക എന്ന ഒരു പ്രവർത്തനമില്ല എന്ന കാര്യവും കൂടി പ്രത്യേകം ഓർക്കണം. തഹല്ലുലിന്റെ കാര്യവും കൃത്യമായി പറഞ്ഞു. അങ്ങനെ നമ്മൾ മക്കയിൽ വന്ന് തവാഫ് ചെയ്യാനും സഴി ചെയ്യാനും അന്ന് കഴിയുന്നില്ലെങ്കിൽ കഴിയുന്ന സമയത്ത് പോയി ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മിനയിലേക്ക് തന്നെ പോയി മിനയിൽ രാപ്പാർക്കണം. മിനയിൽ രാപ്പാർക്കുക എന്ന് പറയുമ്പോൾ 10ന്റെ രാത്രി അഥവാ 11, 12, 13 3 ദിവസങ്ങളിലും അവിടെ രാപ്പാർക്കുക എന്നാണ് പറയുന്നത്. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പകലും കൂടി അവിടെ ഉണ്ടാകലാണ് ഏറ്റവും നല്ലത്. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാളിൻ്റെ ദിവസം കല്ലെറിഞ്ഞ് മുടി മുറിച്ച് നേരെ തവാഫും സഴിയും ചെയ്യാൻ വന്നതിന് ശേഷം ളുഹ്ർ നിസ്കരിക്കാൻ മിനയിലേക്ക് തന്നെ പോയി. അതെന്താ സൂചിപ്പിക്കുന്നത്? അന്നത്തെ ദിവസം ഹറം പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം മിനയിലാണ്. ആ ദിവസങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. അതിനാണ് ഹാജിമാർ അവിടെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മിനയിലെ നിസ്കാരത്തിനാണ് ഹറമിനേക്കാൾ പുണ്യം കിട്ടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീകളിൽ ആർത്തവമുള്ളവരുണ്ടെങ്കിൽ അവർ കല്ലെറിഞ്ഞാൽ ആർത്തവ സമയത്ത് മുടി മുറിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. മുറിക്കാം, തഹ്ലീലിന് വേണ്ടി മുറിക്കാം, ഒരു സംശയവും വേണ്ട. നീ ശുദ്ധി അതിന് ശേഷം തവാഫും സഴിയും ചെയ്താൽ മതി. അതാണ് അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വേറൊരു മാർഗ്ഗമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചോളം കല്ലെറിയാൻ പ്രയാസമുണ്ട് എങ്കിൽ അവർക്ക് തഹല്ലുലാകാൻ മുദ്ദലിഫയിൽ നിന്ന് മിനയിലെത്തി കല്ലെറിയാൻ പോകാതെ നേരെ തവാഫും സഴിയും ചെയ്ത് മുടി മുറിച്ചാലും തഹല്ലുലാകാം. അങ്ങനെയും ചെയ്യാം. സുന്നത്ത് തിരിച്ചാണ്. ഒന്നുകൂടി പറയാം. നേരെ നമ്മൾ ചെയ്യുന്ന സാധാരണ തെർത്തീബായ രീതി അറഫയിൽ നിന്ന് മുദ്ദലിഫയിൽ വന്ന് മുദ്ദലിഫയിൽ നിന്ന് നമ്മൾ മിനയിലെ തമ്പിലെത്തി പെരുന്നാളിൻ്റെ അന്ന് സുബൈക്ക് ശേഷം പോയിട്ട് കല്ലെറിഞ്ഞു, അല്ലെങ്കിൽ ളുഹ്റിന് ശേഷം അവർ പറയുന്ന സമയം, ഇപ്പോൾ അവർ പറയുന്ന സമയമാണ്. ഒന്നാമത്തെ ദിവസത്തെ കല്ലേറിൻ്റെ സമയം സുബൈ മുതൽ ആരംഭിക്കും. ളുഹ്ർ വരെ ഏറ്റവും നല്ല സമയം. ളുഹ്റിന് ശേഷം പിന്നെ മഗ്‌രിബ് വരെ, പിന്നെ രാത്രി എപ്പോൾ വേണമെങ്കിലും അറിയാം. മുത്തൈഫ് പറയുന്നൊരു സമയത്ത് പോയി കല്ലെറിയുന്നു. കല്ലെറിഞ്ഞ് മുടി മുറിച്ചാൽ തഹല്ലുലായി. അതുപോലെ തന്നെ കല്ലെറിയാൻ പോകാതെ നേരെ പോയിട്ട് തവാഫും സഴിയും ചെയ്ത് മുടി മുറിച്ചാലും തഹല്ലുലായി. ആദ്യത്തെ രീതിയാണ് ശരിക്കുള്ള തെർത്തീബായ രീതി. രണ്ടാമത്തെ രീതി ചെയ്താലും ശരിയാവും. അങ്ങനെ നമ്മൾ ആർത്തവമുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തവാഫിന് പോകാൻ ശുദ്ധിയാകുന്നവരെ കാത്തിരിക്കണം. ആ തവാഫ് അവർക്ക് നിർബന്ധമാണ്. അതിനവർ ഗുളിക കഴിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇസ്ലാമിൽ അതിന് തടസ്സമില്ല. അങ്ങനെ അവർ ആ തവാഫും കൂടി ചെയ്യുന്നതോടുകൂടി ഹജ്ജിൻ്റെ പൂർണ്ണമായ അമലുകൾ അവർ ചെയ്തു. ഇനി അവർ ദിവസേന അഥവാ 11, 12, 13 ഈ 3 ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കണം. രാപ്പാർക്കുകയും വേണം. ഈ 11, 12, 13 കല്ലേറ് നടത്തുകയും വേണം. ഈ കല്ലേറ് നടത്തുമ്പോൾ ഒന്നാമത്തെ ദിവസത്തെ അഥവാ ദുൽഹജ്ജ് 10-ന്റെ അന്ന് ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞതിൽ നിന്നും 11, 12, 13 ദിവസങ്ങളിലെ ഏറിന് ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ആ വ്യത്യാസം? പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒന്ന്, സമയ വ്യത്യാസം. ഒന്നാമത്തെ ദിവസത്തെ ഏറ് അഥവാ പെരുന്നാളിൻ്റെ അന്നത്തെ ആദ്യത്തെ ഏറ് സുബൈ നമസ്കാരം കഴിഞ്ഞാൽ തന്നെ എറിയാവുന്നതാണ്. അതേ സമയത്ത് 11-ന്റെയും 12-ന്റെയും 13-ന്റെയും ഏറ് ളുഹ്ർ ബാങ്ക് വിളിച്ചിട്ട് എറിയാൻ പറ്റൂ. അതുപോലെ തന്നെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ 7 കല്ല് എറിയേണ്ടതുള്ളൂ. മറ്റുള്ള 3 ദിവസങ്ങളിലും 21 കല്ല് എറിയണം. ആദ്യം കാണുന്ന ജമറയിൽ 7 കല്ല്, രണ്ടാമത്തെ ജമറയിൽ 7 കല്ല്, മൂന്നാമത്തെ ജമറയിൽ 7 കല്ല്, 21. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ദിവസം നമ്മൾ ജമറത്തുൽ അഖബയിൽ എറിഞ്ഞപ്പോൾ അവിടെ ദുആക്ക് നിന്നിട്ടില്ല. വലാ യഖിഫു ഇൻദ ജമറത്തുൽ അഖബത്തിൽ ദുആഇ എന്നാണ്. ജമറത്തുൽ അഖബന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. ആ എറിയുമ്പോൾ ഒരു ദിക്റുണ്ട് മനാസിക്കിൽ, അത് മാത്രം മതി. അതേസമയത്ത് 11, 12, 13 ആദ്യത്തെ ജമറയിൽ എറിയുന്നു. അല്പം മുന്നോട്ട് നീങ്ങി കിബിലക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണം. രണ്ടാമത്തെ ജമറയിൽ എറിയുന്നു. അല്പം മുന്നോട്ട് നീങ്ങി കിബിലക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണം. ആ മൂന്നാമത്തെ ജമറ അഥവാ ആദ്യത്തെ ദിവസം എറിഞ്ഞ അഖബ, അവിടെ ദുആ വേണ്ട. ഇതുപോലെയാണ് 3 ദിവസം എറിയേണ്ടത്. എറിയേണ്ട രീതി ഈ രീതിയിലാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം 11, 12, 13 കല്ലെറിയേണ്ടത്. ഇനി ഒരാൾക്ക് രോഗിയാണ്, സാധിക്കുന്നില്ല, ആണെങ്കിൽ സമയമുണ്ട്. 10 എറിഞ്ഞോളണമെന്നില്ല. 11, 12, 13 മഗ്‌രിബിന്റെ മുമ്പ് എറിഞ്ഞാൽ മതി. അതേസമയത്ത് അയാൾ ഓരോന്നും തെർത്തീബായി എറിയണം. ആദ്യം എറിയേണ്ടത് ആദ്യം എറിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം എറിയേണ്ടത് അങ്ങനെ എറിയണം. അതല്ല, അയാൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എന്നാൽ വേറൊരാളെ വക്കാലത്താക്കാം. കല്ലെടുത്ത് കൊടുത്ത് എൻ്റെ ഏറിന് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇയാൾക്ക് വേണ്ടി പകരം എറിയുക എന്നതാണ് പിന്നെ പ്രായോഗിക മാർഗം. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. രോഗി അയാൾക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ 12-ന് ഏറ് പൂർത്തി അതിനാണ് 12-ന് ഏറ് പൂർത്തിയാക്കി പോരുമ്പോൾ ചില നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ 12. ഖുർആൻ പറഞ്ഞു, ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. 2 ദിവസം കൊണ്ട് ഏറ് പൂർത്തിയാക്കി പോന്നാൽ ഒരു കുഴപ്പവുമില്ല ഹജ്ജിന്. അപ്പോൾ 13-ന് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ നിബന്ധനകൾ 12-ന് ഏറ് പൂർത്തിയാക്കി പോരണമെങ്കിൽ അന്നും അതിന്റെ തലേ ദിവസവും രാപ്പാർത്തിരിക്കണം. അതായത് 10-ന്റെ അന്ന് രാത്രി അവിടെ ഇല്ലാത്തവന് പറ്റില്ല. 10-ന്റെ അന്ന് രാത്രി രാപ്പാർത്തവന് അതിന്റെ പിറ്റേ ദിവസം രാപ്പാർക്കുന്ന ആൾക്ക് 12-ന് പോരുന്നതിന് വിരോധമില്ല. പക്ഷേ രണ്ടാമത്തെ നിബന്ധന ശ്രദ്ധിക്കണം. അയാൾ ളുഹ്ർ ബാങ്ക് വിളിച്ചതിന്റെ ശേഷം ഈ 3 ജംറയിലും 21 കല്ല് എറിഞ്ഞിരിക്കണം. മറ്റൊരു നിബന്ധന, മഗ്‌രിബിന്റെ മുമ്പ് അയാൾ മിനയിൽ നിന്ന് പോന്നിരിക്കണം. മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ അയാൾ മിനയിൽ ഉണ്ടാവരുത്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇതിന് നഫറവൽ എന്നാണ് പറയുക. പോരുന്ന സമയത്ത് ഞാൻ നഫറവലായി പോകുന്നു, അല്ലെങ്കിൽ 2 ദിവസത്തെ ഏറ് പൂർത്തിയാക്കി മിനയിൽ നിന്ന് പോകുന്നു എന്ന് മനസ്സിൽ നിയത്ത് ചെയ്യുകയും വേണം. ഇങ്ങനെ ചെയ്താൽ
12-ന്റെ അന്ന് മഗ്‌രിബിന്റെ മുമ്പ് അയാൾക്ക് പോരാവുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, 12-ന് ഏറ് പൂർത്തിയാക്കി പോരുന്ന ആളുകൾ നിയ്യത്ത് ചെയ്യണം, ഞാൻ 12-ന് ഏറ് പൂർത്തിയാക്കി പോകുന്നു, അല്ലെങ്കിൽ നഫ്രയിൽ ഒബലായി പോകുന്നു. രണ്ടാമത്തത് 3 ജംറയിൽ 21 കല്ല് വീതം എറിഞ്ഞിട്ട് മഗ്‌രിബിന്റെ മുമ്പ് മിന വിടണം. അന്ന് മഗ്‌രിബിന്റെ ശേഷം അയാൾ മിനയിലുണ്ടെങ്കിൽ മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോഴും അയാൾ മിനയിലുണ്ട്, എന്നാൽ അയാൾ അന്ന് രാപ്പാർക്കണം, 13-ന് എറിയുകയും വേണം. ഇനി മറ്റൊരു കാര്യം, ചില ആളുകൾ ഒരു വിഡ്ഢിത്തം ചെയ്യും. വിഡ്ഢിത്തം എന്ന് പറഞ്ഞുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്, കുറ്റപ്പെടുത്തുകയല്ല. ഈ 12-ന് പോരുന്ന ആളുകൾ 13-ന്റെ കല്ലും കൂടി എറിഞ്ഞിട്ട് പോരും. അങ്ങനെ ഒരു പരിപാടിയില്ല. 12-ന്റെ അന്ന് രാത്രി പാർത്തവർക്ക് മാത്രമേ 13-ന് ഏറുള്ളൂ. അവൾ 12-ന്റെ ഏറ് പൂർത്തിയാക്കിയാൽ പിന്നെ 21 കല്ല് ബാക്കിയുണ്ടാവും, അത് മിനയിലിട്ടാൽ മതി, അത് എറിയണ്ട. അങ്ങനെ സംവിധാനമില്ല, അങ്ങനെ ഒരു ഏറുമില്ല. ആ തെറ്റിദ്ധാരണ തീർക്കണം. ആ കല്ല് പക്ഷെ നാട്ടിലേക്ക് കൊണ്ടുപോകരുത്. ഹറമിൽ നിന്ന് കല്ലും മണ്ണും ഹറമിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വെള്ളം കൊണ്ടുപോകാം, വെള്ളം പകരമുണ്ടാവും, കല്ലും മണ്ണും പകരമുണ്ടാക്കി 3 ദിവസത്തെ ഏറും കൂടി പൂർത്തിയാക്കിയാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വദാഇന്റെ തവാഫ് മാത്രമേ ഹജ്ജിന്റെ കർമ്മത്തിലുള്ളൂ. വദാഇന്റെ തവാഫ് എന്ന് പറയുന്നത് കർമ്മങ്ങളൊക്കെ സമ്പൂർത്തീകരിച്ചതിന്റെ ശേഷം നാട്ടിലേക്കോ മദീനയിലേക്കോ മക്ക വിട്ട് പോകുന്ന സമയത്ത് ചെയ്യേണ്ട തവാഫാണ്. മുത്തൈഫ് പറയും, ഓഫീസിൽ നിന്ന് വരും, ഇന്ന സമയത്ത് നിങ്ങൾ ബസ് വരും, അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ സാധന സാമഗ്രികളൊക്കെ കെട്ടിവെച്ച് നേരത്തെ തന്നെ പരിശുദ്ധ മക്ക ഹറമിലെത്തി പള്ളിയിൽ കയറി ഞാൻ വദാഇന്റെ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 7 തവണ തവാഫ് ചെയ്യുക. ഈ 7 തവണ ചുറ്റുന്നതോടുകൂടി അതിന് ഇഹ്റാമ് വേണ്ട, സാധാരണ വേഷം ധരിച്ചാൽ മതി. പക്ഷെ സാധാരണ വേഷത്തിൽ ഇപ്പോൾ ആ സമയത്ത് കയറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിൽ പോയി തവാഫ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യപ്രകാരം നിങ്ങൾക്ക് ആ വേഷം ധരിക്കുന്നത് ഗുണകരമാണെന്ന് തോന്നുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിയമലംഘനമാണെങ്കിലും ആ രീതിയിൽ നിങ്ങൾ 7 ചുറ്റി 2 റക്അത്ത് നിസ്കരിച്ച് പ്രത്യേകം ദുആ ചെയ്ത് പോരുക. ഇതാണ് വദാഇന്റെ തവാഫ്. ഈ സമയത്ത് വദാഇന്റെ തവാഫിന്റെ സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് ആർത്തവമുണ്ടെങ്കിൽ അവർ വദാഇന്റെ തവാഫ് ചെയ്യേണ്ടതില്ല, അതിന് പകരം ഫിദിയയും കൊടുക്കേണ്ടതില്ല, ഒന്നും കൊടുക്കേണ്ടതില്ല. ഇനി കടുത്ത രോഗമുള്ള ആളുകളാണെന്നിരിക്കട്ടെ, അവർക്ക് തവാഫ് ചെയ്യാൻ കഴിയുന്നില്ല വദാഇന്റെ, എന്നാൽ അവർ വീൽചെയറിലോ മറ്റോ ചെയ്യാം. ഇനി അവർ ഒഴിവാക്കിയാൽ സുന്നത്ത് എന്ന രീതിയിൽ ഒഴിവാക്കാവുന്നതാണ് എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ്. പരമാവധി ചെയ്തിട്ടാണ് പോകേണ്ടത്. കഅബയോട് വിട പറഞ്ഞു പോകണം. പ്രത്യേകിച്ച് 2 മർഹല ദൂരത്തേക്ക് പോകുന്ന ആൾ ഈ തവാഫ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് അഭിപ്രായം. തവാഫിന്റെ കാര്യം പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. തവാഫിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, തവാഫിന് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിയ്യത്ത് കരുതണം, ഇന്ന തവാഫാണ് ചെയ്യുന്നത് എന്ന്. ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്യുന്നതോടുകൂടി അതിലിത് പെട്ടതുകൊണ്ട് നിർബന്ധമല്ല, നിയ്യത്തുണ്ടാകും. രണ്ടാമത്തേത് ഔറത്ത് മറക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളും പുരുഷന്മാരും. പുരുഷന്മാർ ചുറ്റിത്തിരിയുമ്പോൾ പൊക്കിൾ കണ്ടാൽ തവാഫ് ബാത്തിലാവും, ഹജ്ജ് പോകും കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളാണെങ്കിൽ മുടി പുറത്ത് കാണരുത്, നഖം സോക്സിന്റെ പുറത്ത് കാണരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഔറത്ത് കാണരുത്. മൂന്നാമത്തേത് ശുദ്ധി ഉണ്ടാവണം, ഉദു ഉണ്ടാവണം എന്നർത്ഥം. അവിടെ നിങ്ങൾ ആണും പെണ്ണും തൊട്ടാൽ ഉദു മുറിയും എന്ന മസല, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഹജറുൽ അസ്വദിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിപ്പിക്കണം. തവാഫ് പള്ളിക്കുള്ളിലായിരിക്കണം, അതൊക്കെ പിന്നെ അങ്ങനെ ചെയ്യും, പള്ളിന്റെ പുറത്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ശരീരം കഅബയുടെ പുറത്താവണം, ജിർസ്മാലിൽ കയറാനോ അതിമ പിടിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ കഅബ എപ്പോഴും ഇടതുവശത്തായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുത്താൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞാൽ ഇടതുവശത്താക്കിയിട്ടേ നടക്കാൻ പാടുള്ളൂ. 7 തവണ പൂർത്തിയാക്കണം, ഇതാണ് പ്രധാനം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റെഡിയായി. പിന്നെ ഭയഭക്തിയോടുകൂടി ചെയ്യുക. അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിയുമെങ്കിൽ ചുംബിക്കുക, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുക. ഇതൊക്കെ സുന്നത്തുകളാണ്, നിങ്ങൾക്കറിയാം. അമാനി നമ്മൾ തൊട്ടുമുത്തുക അല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് മുത്തുക. പുരുഷന്മാരെ ഇൽത്തിബാഴ് ചെയ്യുക, അങ്ങനെ ക്രോസിൽ ധരിക്കുക. അതേമാതിരി ആദ്യത്തെ 3 ചുറ്റിൽ പുരുഷന്മാരെ നിലകി നടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സുന്നത്തുകളെക്കാൾ പ്രധാനം ഈ നിർബന്ധമായ കാര്യങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്ത്രീ പുരുഷ സ്പർശം അത് ഹജ്ജിൽ ഒരിക്കലും വരില്ല. ഹജ്ജിൽ ഒരിക്കലും അത് വരില്ല. എന്താ കാരണം? ഹജ്ജിന്റെ തവാഫിന് നിങ്ങൾ വരുന്നത് കല്ലെറിഞ്ഞ് മുടി മുറിച്ചിട്ടാണ്. കല്ലെറിഞ്ഞ് മുടി മുറിച്ചാൽ ഏത് വസ്ത്രം ധരിക്കാം. അപ്പൊ കല്ലെറിഞ്ഞ് മുടി മുറിച്ച് തവാഫിന് വരുന്ന പുരുഷന്മാർ മദ്ഹബ് മാറാനോ ആശങ്കപ്പെടാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. പുരുഷന്മാർ മിനയിൽ നിന്ന് കല്ലെറിഞ്ഞ് മുടി മുറിച്ച ശേഷം അവർ ചെയ്യേണ്ട ഒരു പണി, പെരുന്നാൾ നിസ്കാരം നമുക്കൊക്കെ സുന്നത്തുണ്ട്. കുളിച്ച് മുടി മുറിച്ച് കുളിച്ച് വൃത്തിയായിട്ട് പെരുന്നാളിൻ്റെ അന്ന് 2 റക്അത്ത് തമ്പിൽ വെച്ച് തന്നെ നിസ്കരിക്കുക. ജമാഅത്തൊന്നും വേണമെന്നില്ല. കാരണം മിനയിൽ വെള്ളിയാഴ്ചയാണെങ്കിലും ജുമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയതിച്ച് വെച്ച് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ചെയ്യുക. അത് ഖുത്ബയും വേണ്ട, ജമാഅത്തൊന്നും വേണ്ട, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ കൂലി കിട്ടും. എന്നിട്ട് നിങ്ങൾ തവാഫിന് വേണ്ടി വരുന്ന സമയത്ത് പുരുഷന്മാരൊരു കയ്യുറ ധരിക്കുക, പുരുഷന്മാർ സോക്സും ധരിക്കുക, പുരുഷന്മാർ നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വരിക. ആ സമയത്ത് എല്ലാ വേഷത്തിലും ഹറമിലേക്ക് കയറ്റും. ആ സമയത്ത് എല്ലാവരെയും ഹറമിലേക്ക് 10, 11, 12, 13, 14 എല്ലാവരെയും എല്ലാ വേഷത്തിനും താഴേക്ക് കയറ്റും. അവിടെ പിന്നെ വേഷം നോക്കൂല, കാരണം ഹറമ് ഫുള്ള് മഫ്തൂഹായിരിക്കും, തുറന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുരുഷന്മാർ അങ്ങനെ സ്ത്രീകളും കയ്യുറ ധരിക്കുക. കാലുറ സ്ത്രീകൾ ഏതായാലും ധരിക്കുമല്ലോ, സ്ത്രീകളും കയ്യുറ ധരിക്കുക, എല്ലാം ചെയ്യാം. കാരണം ഇഹ്റാം ഇല്ലല്ലോ. അപ്പോൾ പുരുഷന്റെ കയ്യിലും കയ്യുറ, സ്ത്രീയുടെ കയ്യിലും കയ്യുറ, പിടിക്കാം, തൊടാം, ഒരു പ്രശ്നവുമില്ലല്ലോ. അതാണ് ഏറ്റവും നല്ലത്. മദ്ഹബ് മാറേണ്ട കാര്യം എന്താ? ഉംറയുടെ തവാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പറ്റില്ല, കാരണം ഉംറയുടെ തവാഫ് ചെയ്യുന്ന ഇഹ്റാമിലാണ്. ആ സമയത്ത് നിങ്ങൾ രണ്ടാലൊരു കാര്യം ചെയ്യുക,
ഒന്ന് ഷാഫി മദ്ഹബിൽ തന്നെയാണെങ്കിൽ മൽമൂസ് അഥവാ സ്പർശന വിധേയനായവൻ്റെത് മുറിയില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഞാനൊരു സ്ത്രീയെ തൊട്ടത് ഞാനാണെങ്കിൽ എൻ്റെത് മുറിയും, എന്നെ ഒരു സ്ത്രീ തൊട്ടാൽ അവളത് മുറിയും. അപ്പോൾ ഞാനാരും തൊടില്ല എന്ന രീതിയിൽ നമ്മൾ കൃത്യമായി നടക്കുകയും നമ്മളാരെങ്കിലും തൊട്ടാൽ അവരത് മുറിയും എന്നുള്ള കാഴ്ചപ്പാട് പ്രകടമാക്കുകയും ചെയ്യുക. അതല്ലെങ്കിലോ ഹനഫി മദ്ഹബിൽ നമുക്ക് സാധാരണഗതിയിൽ സ്ത്രീയെ സ്പർശിക്കാം, വികാരത്തോടു കൂടി അല്ലാതെ ഏത് സ്ത്രീയെ സ്പർശിക്കുന്നവനും വിലക്കില്ല. അങ്ങനെ സ്പർശിച്ചാൽ ഒരിക്കലും ഒതു മുറിയില്ല. അതുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച് ഒതു കൊടുക്കുമ്പോൾ പ്രത്യേകം തല പൂർണ്ണമായി തടയുക എന്ന രീതിയിൽ നമ്മൾ തല തടവുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഷാഫി മദ്ഹബിൽ തല ഇങ്ങനെ തടവിയാൽ മതി. അതേസമയത്ത് ഹനഫിയിൽ തല നല്ലൊരു ഭാഗം എന്തായാലും തടയണം. ആ രീതിയിൽ തല തടവിയതിൻ്റെ ശേഷം ഉദു കൊടുത്താൽ ഹനഫി മദ്ഹബിലെ ഉദു ആയി. അതിന് പ്രത്യേകം വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഹനഫിയിൽ ഉദു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഛർദ്ദിച്ചു, വായ് നിറയെ ഛർദ്ദിച്ചു, രക്തമൊലിച്ചു അല്ലെങ്കിൽ ചലമൊലിച്ചു, കാലിൽ മുറിവുണ്ടായ ഒരാൾ ചവിട്ടി കയറി ചലമോ രക്തമോ തെറിച്ചു, അയാൾ ഉദു മുറിയും. ശരീരത്തിൽ എവിടെന്നെങ്കിലും നജസ് പുറപ്പെട്ടാൽ ഹനഫിയിൽ ഉദു മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം ഹജ്ജിൻ്റെ വിഷയത്തിൽ ഈ വിഷയം വരുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഈ കാര്യത്തിൽ ലഘുവായി നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം. ഇവിടെ അവസാനമായി നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ ചെയ്യേണ്ടത് മീക്കാത്തിൽ നിന്നോ റൂമിൽ നിന്നോ ഇഹ്റാം ചെയ്യുന്നു. നാളെ അഥവാ ദുൽഹജ്ജ് 7-ന്റെ അന്ന് നേരെ നിങ്ങൾ അത്യാവശ്യ സാധന സാമഗ്രികൾ എടുത്ത് നേരെ മിനയിലേക്ക് പോകുന്നു. മിനയിൽ അന്ന് രാത്രി തങ്ങുന്നു. മുത്തൈഫ് പറയുന്ന സമയത്ത് അറഫയിലേക്ക് പോകുന്നു. അറഫയിൽ എത്തുന്നു. അറഫയിൽ എപ്പോൾ എത്തിയാലും ശരി ളുഹ്റാകുമ്പോൾ അറഫയുടെ സമയം ആരംഭിക്കുന്നു. മഗ്രിബ് വരെ ദിക്റിലും ദുആയിലും നമസ്കാരത്തിലും ഏർപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി മുദ്ദലിഫയിലേക്ക് വരുന്നു. എപ്പോൾ മുദ്ദലിഫയിൽ എത്തിയാലും രാവ് പകുതി അതിന് ശേഷമേ മുദ്ദലിഫയുടെ സമയം ആരംഭിക്കുന്നുള്ളൂ. ആ സമയത്ത് മുദ്ദലിഫയിൽ നിന്നു പ്രഭാതം വരെ നിൽക്കുകയോ അല്ലെങ്കിൽ 2-3 മണി വരെ നിൽക്കുകയോ കല്ല് പെറുക്കി നേരെ മിനയിലേക്ക് പോവുക. മിനയിൽ എപ്പോൾ എത്തിയാലും ശരി സുബൈക്ക് ശേഷം എറിയാം, ളുഹ്റിന് ശേഷവും എറിയാം. കിട്ടുന്ന സമയത്ത് പോയി എറിയുന്നു. എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുടി കളയുന്നു. സ്ത്രീകൾ മുടി മുറിക്കുന്നു, കുളിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. പെരുന്നാൾ നമസ്കരിക്കൽ സുന്നത്താണത് ചെയ്യുന്നു. സാധിക്കുമെങ്കിൽ നേരെ ഹറമിലേക്ക് വരുന്നു. മക്ക പള്ളിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 7 തവാഫ് ചെയ്യുന്നു. നേരത്തെ കുതുമിൻ്റെ തവാഫും സഴിയും ചെയ്യാത്ത ആളുകൾ സഴിയും കൂടി ചെയ്യുന്നു. അതോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങൾ പൂർത്തിയായി നേരെ മിനയിലേക്ക് മടങ്ങുന്നു. 11, 12, 13 തീയതികൾ അവിടെ രാപ്പാർക്കുന്നു. പകലൊക്കെ കല്ലെറിയുന്ന രീതി പറഞ്ഞു. ഈ രീതിയിൽ കർമ്മം ഭംഗിയായി ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകും. വാട്സപ്പിലോ മറ്റോ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ കിട്ടും. ഇത്രയും കാര്യങ്ങളെ ഇത് സംബന്ധമായി പറയാനുള്ളൂ. കല്ലേറ് പകരമേൽപ്പിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ രോഗത്തിനൊന്നും പകരമേൽപ്പിക്കരുത്. ഇന്നൊരു പനിയുണ്ടായി, നാളെയും എറിയാൻ സമയമുണ്ട്, ആ സമയത്ത് മതി. കല്ലെടുത്ത് കൊടുക്കൽ പ്രത്യേക സുന്നത്താണ്. അതുപോലെ തന്നെ മിന രാപ്പാർക്കുക എന്നത് വെറുതെ രാത്രി ഒന്ന് പോയി അല്പസമയം നിന്നാൽ പോരാ. കടമ വീടാൻ സുബൈക്കുമ്പോൾ അല്പസമയം ഉണ്ടായാൽ മതി എന്നൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും പൂർണ്ണ സമയത്ത് അവിടെ നിന്നുകൊണ്ട് പരിപൂർണമായി ദിക്റിലും സ്വലാത്തിലുമായി നല്ല രീതിയിൽ ആ അമല് ചെയ്ത് പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായൊരു അവസരമാണ്. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി നമുക്ക് അടുത്ത വർഷം ഹജ്ജിന് വരാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾ ആ സമയത്ത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഒരാൾ കല്ലേറ് പാടെ നഷ്ടപ്പെട്ടു, പാടെ കല്ലെറിയാൻ കഴിഞ്ഞാൽ ഒരു ആടിനെ അറക്കണം, അതുകൊണ്ട് പരിഹരിക്കും. അതുപോലെ മിനയിൽ രാപ്പാർക്കാൻ കഴിഞ്ഞില്ല, അതൊരു അറിവ് കൊണ്ട് പരിഹരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ മിനയിലേക്കും കല്ലെറിയാനും ഇല്ല, ഞാൻ അറക്കാം എന്ന് പറയരുത്. മറിച്ച് ഏതെങ്കിലും കാരണവശാൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പകരമായി ഒരു അറിവ് നടത്തിയാൽ പരിഹരിക്കും എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുറ പോലെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ സ്വന്തം മക്കൾ പരിപാലിക്കുന്നത് പോലെ KMCCയുടെ പ്രവർത്തകർ നിങ്ങളിവിടെ വന്നാൽ ഭക്ഷണം നൽകിയും കൂടെ നിന്നും പരിഹരിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് നിങ്ങളൊപ്പം നിൽക്കുകയാണ്. നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ഈ സേവനം ചെറുതൊന്നുമല്ല. അതുപോലെ ഒരുപാട് സേവക സംഘങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഈ KMCCയുടെ പ്രവർത്തകർക്കും എനിക്കും അതുപോലെ തന്നെ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൻ്റെ സംഘാടകരായ ആളുകൾക്കും. കാരണം ആ ഹജ്ജ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് ഇവിടെ നടത്തുന്നത്. ഇവിടെ സൗദി KMCCയാണ് അതിനുവേണ്ട സഹായം ചെയ്യുന്നത്. അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നമ്മൾ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് നടത്താറുള്ളത്. അതിൻ്റെ നേതാക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു. അർഹമുറാഹിമായ തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ഹജ്ജ് മഖ്ബൂലും മബ്രൂറുമാക്കി കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തമമായ പ്രതിഫലം നൽകട്ടെ. ഹാജിമാർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. ഇവിടെ ധാരാളമായി സേവനം ചെയ്യുന്ന ഈ ആളുകളൊക്കെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊക്കെ അല്ലാഹു ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, ഇനിയും ഈ പുണ്യഭൂമിയിൽ വരാനും ആവർത്തിച്ച് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇത് അവസാനത്തെ വരവാക്കല്ലേ എന്ന് പടച്ചറബിനോട് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹറമിൽ നിന്ന് വദാഇന്റെ തവാഫ് ചെയ്ത് പോകേണ്ടത്. ആ ദുആയിൽ തന്നെ പറയുന്ന വാക്കം അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹദി ബിഅർമിക, ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹദി ബിഅർമിക.
ഇത് ഹറമിലേക്കുള്ള അവസാനത്തെ വരവാക്കല്ലേ തമ്പുരാനെ. വയസ്സിർ ലനൽ ഔദ ഇലൽ ഹറമൈനി ഷരീഫൈനി സബീലൻ സഗല. ഈ ഹറമിലേക്ക് വീണ്ടും വീഗം വരാൻ, വേഗത്തിൽ എന്നെ എത്തിക്കാൻ നീ എനിക്ക് സംവിധാനം ഉണ്ടാക്കി തരണേ എന്നാണ്. അള്ളാഹു നമുക്കൊക്കെ വീണ്ടും വരാൻ തൗഫീക്ക് നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.